Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നവീകരണ പ്രവൃത്തി മന്ദഗതിയിൽ. പ്രവൃത്തിയുടെ ഭാഗമായി കൊണ്ടുവന്ന മെറ്റൽ പൊടിയും ജില്ലയും പഴയങ്ങാടി താവം മേൽപ്പാലത്തിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനരികെ ദിവസങ്ങളായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് ഉപരിതല ടാറിങ്ങിനായി 18 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. താവം മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായിട്ടുണ്ടെങ്കിലും KSTP റോഡിലെ ബാക്കി ഭാഗങ്ങളിൽ ടാറിംഗ് പൂർത്തിയായിട്ടില്ല. പ്രവൃത്തിയുടെ ഭാഗമായി കൊണ്ടുവന്ന മെറ്റൽ പൊടിയും ജില്ലയും പഴയങ്ങാടി താവം പാലത്തിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനരികെ ദിവസങ്ങളായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളെ ഏറെ പ്രയാസത്തിലാക്കുന്നു. റോഡരികിലൂടെ നടക്കാനും സാധിക്കാത്ത അവസ്ഥയാണ്. പൊടിശല്യം രൂക്ഷമാകുന്നു. ഇതിന് സമീപത്താണ് ഓട്ടോ സ്റ്റാൻഡും ഉള്ളത്. പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഓട്ടോ തൊഴിലാളികളും ആവശ്യപ്പെടുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും നമുക്കിവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡ് നമുക്കിവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലും, അതേപോലെ ജനങ്ങൾക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അതുപോലെ ബീവറേജിലേക്ക് ആളുകൾ നടന്നു പോകുന്നത് ഇതിലെ കൂടെയാണ്. ഇതിലെ കൂടെ നടന്നു പോകുമ്പോൾ ഇതിന്റെ മണ്ണും പൊടിയും മാറി ഒരുപാട് ആൾ മുഖമെല്ലാം പൊത്തിയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു ദോഷമായ രീതിയിലാണ് ഇതിവിടെ നിരത്തിയിട്ടുള്ളത്. ഈ പൂഴി മണ്ണ് ഇത് ചോദിക്കുമ്പോൾ ഇത് ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. ഇവരെ റോഡ് പണി ഒന്ന് ഇത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മുൻപ് ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രവൃത്തി പാതിവഴിയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ടാറിംഗ് പ്രവൃത്തിക്കായി കൊണ്ടുവന്ന വാഹനവും റോഡരികിൽ തന്നെ കിടക്കുന്നു. എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. പഴയങ്ങാടി മാട്ടൂൾ കണ്ണൂർ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ മാർച്ച് 30-ന് സൂചനാ പണിമുടക്ക് നടത്തും. എത്രയും വേഗം അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും തൊഴിലാളികൾ. 2 മാസത്തോളമായി പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തിക്ക് അടച്ചിട്ടത്. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള അറ്റകുറ്റപ്രവൃത്തിയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. 1 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി നടത്തിയ പരിശോധനയിൽ പാലത്തിൽ കൂടുതൽ അപാകതകളുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പാലത്തിലെ ടാറിംഗ് മുഴുവനായും ഇളക്കി മൈക്രോ കോൺക്രീറ്റിംഗ് നടത്തി റീടാറിംഗ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. പാലം പ്രവൃത്തി മന്ദഗതിയിലാണ് പോകുന്നത്. എന്ന് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന ഉറപ്പും ലഭിച്ചിട്ടില്ല. നിലവിൽ പഴയങ്ങാടിയിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഇരിണാവ് ഗേറ്റ് വഴിയാണ് പോകാറുള്ളത്. ഗേറ്റ് അടച്ചാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് പാപ്പിനിശ്ശേരിയിലെത്തുക. തിരിച്ച് പഴയങ്ങാടിയിൽ എത്താനും ഇത് തന്നെയാണ് വഴി. പലപ്പോഴും സമയക്രമം പാലിക്കാൻ സാധിക്കാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കാറുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. എത്രയും പെട്ടെന്ന് പാലം പണി തീർക്കുന്നതിന് വേണ്ടി അധികാരിയോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് തൊഴിലാളികൾ അതുകൊണ്ട് 30-ാം തീയതി ഒരു സൂചനാ പണിമുടക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ച പഴയങ്ങാടി കണ്ണൂർ മാട്ടൂർ റൂട്ടിലെ തൊഴിലാളികൾ ഒന്നടക്കം അന്ന് ബസ് സർവീസ് ഒരു ദിവസം നിർത്തിവെക്കുന്നതായിരിക്കും. അധികാരികളോട് ഒന്നുകൂടി പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പാലം പണി പൂർത്തിയാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പാലം അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പഴയങ്ങാടി മാട്ടൂർ കണ്ണൂർ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ മാർച്ച് 30-ന് സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പാലം പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകേണ്ടി വരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. LDF കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി M. വിജിന് ആവേശോജ്വല സ്വീകരണം. LDF 3-ാം തവണയും അധികാരത്തിൽ എത്തുമെന്ന് M. വിജിൻ MLA.
ജന്മനാടായ നൊടിച്ചേരിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. MLA എന്ന നിലയിൽ മണ്ഡലത്തിലാകെ സമാനതകളില്ലാത്ത വികസനം എത്തിച്ച എം വിജിൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വോട്ടഭ്യർത്ഥിച്ചെത്തുമ്പോൾ നാടൊന്നാകെയാണ് സ്വീകരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിലും പകൽ നേരത്തടക്കം കണിക്കൊന്നയും മുല്ലമാലയും മുത്തുക്കുടയുമായി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ജനനിബിഡമായി. വനിതാ ശിങ്കാരി മേളവും നാസിക് ബാൻഡും സ്വീകരണങ്ങൾക്ക് കൊഴുപ്പേകി. ചെറാട്ട്, പറമ്പത്ത്, കണ്ടംകുളങ്ങര, കുതിരുമ്മൽ, മല്ലിയോട്ട്, സൗത്ത് തെക്കുംപാട്, തലായി, മാടായി, പഴയങ്ങാടി, മൊട്ടാമ്പുറം, വാടിക്കൽ, വെള്ളച്ചാൽ, മൂലക്കീൽ, വെങ്ങരമുക്ക്, കുണ്ടിൽത്തടം, അടുത്തില, തോണക്കാട്, തോണത്തോട്, ചെങ്ങൽ, നെരുവമ്പ്രം, കണ്ണോം, കൊട്ടില, പഞ്ചാരക്കുളം, കൈവേലി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. സ്വീകരണ കേന്ദ്രങ്ങളിൽ MV രാജീവൻ, PP ഷാജിർ, PV ജിതേഷ്, MV ഷിമ, MV രതീഷ്, TV രഞ്ജിത്ത്, CP ഷിജു, T രാജൻ, സന്തോഷ് അയ്യോത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നാട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ തങ്ങളുടെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയെ തന്നെ പ്രചാരണ വാഹനമാക്കി മാറ്റിയിരിക്കുകയാണ് പയ്യന്നൂരിലെ 2 ഓട്ടോ ഡ്രൈവർമാർ. പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർമാരായ രജീഷും അനീഷുമാണ് ജോലിക്കിടയിലും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. വ്യത്യസ്തമായ പ്രചരണ വാർത്തകളാണ് പയ്യന്നൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ നമ്മളൊരു കുട ഉപയോഗിച്ചുള്ള പ്രചരണ മാർഗം കാണിച്ചിരുന്നു. എന്നാൽ ഇതാ 2 ഓട്ടോ ആണ് ഇപ്പോൾ TA മധുസൂദനന്റെ ചിത്രം വഹിച്ച് പയ്യന്നൂരിൽ സഞ്ചരിക്കുന്നത്. ഈ പയ്യന്നൂരിലെ പ്രസ്ഥാനത്തിന് മുന്നോട്ടേക്ക് നയിക്കുന്ന ധീരനായ പയ്യന്നൂരിൻ്റെ ഒരു പോരാളിയാണ് മധുവേട്ടൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിനെ കാട്ടും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ മുഴുവൻ സമയവും നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടാൻ തയ്യാറാണ്. LDFന്റെ തുടർഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ജോലിക്കിടയിലും താൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ് രജീഷും അനീഷും. പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TA മധുസൂദനന് കാങ്കോൽ പാനോത്ത് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ വളരെ മികവാർന്ന മുഖമായിട്ടുള്ള സഖാവ് TA മധുവേട്ടനെ LDF സ്ഥാനാർത്ഥി TA മധുസൂദനന് കാങ്കോൽ പാനോത്ത് സ്വീകരണം നൽകി. പഴക്കൂട് നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ടുകളും ചുവന്ന കുടകളും ബലൂണുകളും ഏന്തിയ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച് ആനയിച്ചു. സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. TA മധുസൂദനൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ഏത് നിലയിലും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതിന് ഏതെല്ലാം തെറ്റായ കുൽസിതമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും വലതുപക്ഷ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളർന്ന് എവിടെ വരെ എത്തി എന്നുള്ളതിൻ്റെ ഒരർത്ഥത്തിൽ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. കായംകുളത്ത് നിലവിൽ MLA ആയിട്ടുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് പ്രതിഭക്ക് നേരെ നടന്നിട്ടുള്ള അഡ്വക്കേറ്റ് P സന്തോഷ്, N അബ്ദുൽ സമീർ, രവി മാസ്റ്റർ, M രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ പ്രചാരണ ഭാഗമായി തീരദേശ പാതയിലൂടെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ റോഡ് ഷോ നടത്തി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചാണ് റോഡ് ഷോ നടത്തിയത്.
തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും തുറന്ന വാഹനത്തിൽ ഷാഫി പറമ്പിൽ എംപിയും സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും കർണാടക MLAയുമായ എൻ എ ഹാരിസും ചേർന്ന് ആരംഭിച്ച റോഡ് ഷോ തിരഞ്ഞെടുപ്പിന്റെ ആവേശം വാരിവിതറി തീരദേശ ടൗണുകളെ ഇളക്കിമറിച്ചു. വെള്ളാപ്പിലും ആയിട്ടിയിലും പടന്നയിലും ഓരിമുക്കിലും കാടങ്കോട്ടും മടക്കരയിലും അച്ചാന്തുരുത്തിയിലും UDF പ്രവർത്തകരുടെ ആവേശത്തിനിടെ റോഡ് ഷോ മണിക്കൂറുകൾ വൈകി. UDFന്റെ പ്രമുഖ നേതാക്കളായ AJC ബഷീർ, PK ഫൈസൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ തുടങ്ങിയവരും റോഡ് ഷോയിൽ പങ്കെടുത്തു. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. തൃക്കരിപ്പൂരിന്റെ മാറ്റത്തിന് ജനാധിപത്യ ചേരി അഴിച്ചുവിട്ട യാകാശമാണ് സന്ദീപ് വാര്യരെന്ന് റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ച് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. രാത്രി നീലേശ്വരം നഗരസഭയിലെ കോട്ടപ്പുറത്ത് പൊതുയോഗത്തോടെ റോഡ് ഷോ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴയങ്ങാടി വ്യാപാര ഭവനിൽ നടന്നു. BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനത്തിന്റെ പ്രതിഫലനം കല്യാശ്ശേരിയിലും ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് പറഞ്ഞു. കല്യാശ്ശേരിയിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നും ചരിത്ര ഭൂരിപക്ഷം നേടി NDA വിജയിക്കുമെന്നും NDA കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി AV സനിൽ പറഞ്ഞു. യോഗത്തിൽ NDA മണ്ഡലം കൺവീനർ ശങ്കരൻ കൈതപ്പുറം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം C നാരായണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി TS മനോജ്, സുജിത് വടക്കൻ, M പ്രകാശൻ, KV ജഗദീശൻ, KT മുരളി, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് P ജിതിൻ, V വിജു എന്നിവർ സംസാരിച്ചു. പഴയങ്ങാടി. കൗതുകമായി കുഞ്ഞിമംഗലത്തെ 39 വർഷം മുൻപത്തെ തിരഞ്ഞെടുപ്പ് ചുവരെഴുത്ത്. ഏഴിമല റെയിൽവേ ഗേറ്റിന് സമീപം കുഞ്ഞിമംഗലം തെക്കുംപാടാണ് ഈ ചുവരെഴുത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതിനായി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ചൂടുപിടിച്ച് മുന്നേറുമ്പോൾ 1987 എഴുതിയ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ ചുവരെഴുത്ത് ഇന്നും നിലനിൽക്കുന്നു. ഏഴിമല റെയിൽവേ ഗേറ്റിന് സമീപം കുഞ്ഞിമംഗലം തെക്കുംപാടാണ് ഈ ചുവരെഴുത്തുള്ളത്. അന്ന് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CP നാരായണനു വേണ്ടി റോഡരികിലുള്ള കെട്ടിടത്തിന്റെ 1ാം നിലയിൽ എഴുതിയതാണിത്. നീലം ഉപയോഗിച്ച് വരച്ച അരിവാൾ ചുറ്റികയും വോട്ടഭ്യർത്ഥനയുമാണ് ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത്. ഇന്നത്തെ കാലത്തെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രവും ഇതേ കെട്ടിടത്തിൽ കാണാൻ കഴിയും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആയിരത്തി 1957 EMS ഇന്നത്തെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമ്പോൾ പ്രസംഗിക്കാനെത്തിയപ്പോൾ ഒരു രാത്രി താമസിച്ച ഒരു വീടുണ്ട് കയ്യൂരിൽ. പ്രസംഗം നീണ്ടുപോയതിനാൽ മടങ്ങാൻ ബോട്ട് കിട്ടാതായതോടെയാണ് അദ്ദേഹത്തിന് ഈ വീട്ടിൽ ഒരു രാത്രി താമസിക്കേണ്ടി വന്നത്. 1957 ഒരു ഓർമ്മയുടെ ഒരു തറവാടാണ് ഈ കാണുന്നത്. അന്ന് EMS നമ്പൂതിരിപ്പാട് ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു ദിവസം താമസിച്ച ഒരു തറവാടാണ് ഇത്. ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാടും ഈ നാട്ടുകാരും. 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMS മത്സരിച്ചത് നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ നിന്നായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കയ്യൂരിലെ പെരിങ്ങാരിയിലെത്തിയ EMS തോറോൽ വയലിലെ സ്വീകരണ യോഗത്തിലാണ് പ്രസംഗിച്ചത്. പ്രസംഗം കുറച്ച് നീണ്ടുപോവുകയും ചെയ്തു. അക്കാലത്ത് ബോട്ടായിരുന്നു യാത്രയ്ക്ക് ആശ്രയിച്ചിരുന്നത്. ബോട്ട് മടങ്ങിയതോടെ EMSന് തോറോൾ തറവാട്ടിൽ ഒരു രാത്രി കഴിയേണ്ടി വന്നു. ഇന്നത്തെ പോലെ ഫാനോ കുളിക്കാൻ ബാത്റൂമോ മറ്റ് സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് അദ്ദേഹം മടങ്ങിയത്. ആ തെരഞ്ഞെടുപ്പിൽ EMS ജയിക്കുകയും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പഴയങ്ങാടി എരിപുരം മുട്ടം റോഡിൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപം റോഡിന് ഇരുവശവും വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നു. വിവിധ കേസുകളിൽ പോലീസ് പിടിക്കപ്പെട്ട വാഹനങ്ങളും റോഡരികിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്.
പഴയങ്ങാടി മുട്ടം റോഡരികിൽ എരുപുരം റെസ്റ്റ് ഹൗസ് മുതൽ KSTP റോഡ് വരെയാണ് റോഡിന് ഇരുവശങ്ങളിലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. കൂടുതലായും പോലീസ് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ഇതിലുള്ളത്. മണൽ ലോറികളും മറ്റ് വലിയ ടോറസ് ലോറികളും ഉൾപ്പെടെ റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. മാടായി കോളേജ്, വാദി ഹുദ, മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കാൽനടയായി കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. സീബ്ര ക്രോസിംഗിന് മുകളിൽ വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് ദുരിതമാവുകയാണ്. ഈ മാടായി എരുവരം ഗസ്റ്റ് ഹൗസിൻ്റെ ഇറക്കത്തിൽ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ രണ്ട് സൈഡും വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ട്. ഒരു വണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങ് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ, ITയിലെ കുട്ടികൾ, വാദിവിദ്യയിലെ കുട്ടികൾ ഇവരൊക്കെ പോകുമ്പോൾ വളരെ കെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് അത് മാറ്റേണ്ട സംവിധാനം ഉദ്യോഗസ്ഥർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏഴിമല റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ഏഴിമല റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 47.78 കോടി രൂപയാണ് അനുവദിച്ചത്. 525 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന് 10.35 മീറ്റർ വീതിയും 7 മീറ്റർ വീതിയിൽ റോഡും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. ഇരുഭാഗത്തും 4.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡുകളും നിർമ്മിക്കും. സ്ഥലം ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ 1.51 കോടി രൂപ അനുവദിച്ചിരുന്നു. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് സഫലമാവുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നാടെങ്ങും പൂരാഘോഷത്തിൽ മുഴുകുമ്പോൾ പൂരക്കുഞ്ഞുങ്ങൾക്ക് കരിവളയും കുപ്പിവളയും അണിയിച്ചു കൊടുക്കാൻ അന്നൂർ കിഴക്കേക്കോവലിലെ ജാനകിയമ്മ തന്നെ വേണം. ഓൺലൈൻ ഷോപ്പിംഗും ഫാൻസി കടകളുമുണ്ടെങ്കിലും നാട്ടുകാരെ വളകിലുക്കം കേൾപ്പിക്കാൻ ജാനകിയമ്മ ഇപ്പോഴും പയ്യന്നൂർ ടൗണിലുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗും ഫാൻസി കടകളും ഉണ്ടെങ്കിലും പയ്യന്നൂരുകാർക്ക് കരിവളയും കുപ്പിവളയും വാങ്ങാൻ VM ജാനകിയമ്മയുടെ അടുത്ത് വരണം. പൂരം നാളായതോടെ പൂരക്കുഞ്ഞുങ്ങൾക്ക് കരിവളയും കുപ്പിവളയും അണിയിച്ചു കൊടുക്കാൻ അന്നൂർ കിഴക്കേക്കോവിലിലെ ജാനകിയമ്മ ഇപ്പോഴും പയ്യന്നൂർ ടൗണിലുണ്ട്. വളക്കച്ചവടം തുടങ്ങിയിട്ട് 65 കൊല്ലമായി. വീടുകൾ കയറിയിറങ്ങിയാണ് പണ്ടുകാലങ്ങളിൽ കച്ചവടം നടത്തുന്നതെന്നും വള, ചാന്ത്, കൺമഷി, പൊട്ട് എന്നിവയെല്ലാം കുട്ടയിൽ കൊണ്ട് നടക്കാറുണ്ടെന്നും ജാനകിയമ്മ ഓർമ്മിക്കുന്നു. പൂരല്ല ഇപ്പൊ, അപ്പൊ പൂരത്തിന്റെ സമയമാകുമ്പോ കറുത്ത വളകൾക്ക് ആവശ്യക്കാർ കൂടുതലുണ്ട്. എപ്പം കറുത്ത വള വെക്കുപ്പാ. ഇപ്പൊ കുറച്ചധികം കൂടുതലുണ്ട്. ഇപ്പൊ കുറച്ച് കൂടുതൽ വെക്കും. ഫാൻസി കടകൾ വ്യാപകമായതോടെ കൂടെയുള്ള പലരും പിന്മാറിയെങ്കിലും ജാനകിയമ്മ തുടർന്നു. രാവിലെ 8:30 വീട്ടിൽ നിന്നും വളകൾ നിറച്ച കുട്ട തലയിലേന്തി നടക്കും. 1 മണിക്കൂർ കൊണ്ട് ടൗണിലെത്തും. സെൻട്രൽ ബസാറിൽ കടത്തിണ്ണയിലാണ് കച്ചവടം. വൈകിട്ട് 4 വരെ ഇവിടെ ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാട്ടിടങ്ങളിൽ ഇപ്പോൾ ചെമ്പകപ്പൂമണം പെയ്യുന്ന വസന്തോത്സവമായ പൂരോത്സവക്കാലമാണ്. ആചാരപ്പെരുമയിൽ മാവിച്ചേരി ശ്രീ കുറുമ്പക്കാവിൽ വേറിട്ട രീതിയിലുള്ള പൂരോത്സവമാണ് കാലങ്ങളായി നടക്കാറുള്ളത്.
ആധുനികതയുടെ കടന്നുകയറ്റത്തിനിടയിലും പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതാണ് ഇത്തരം ആഘോഷങ്ങൾ. വടക്കേ മലബാറുകാരുടെ, പ്രത്യേകിച്ച് പയ്യന്നൂരുകാരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പൂരോത്സവം. പയ്യന്നൂർ മാവിച്ചേരി കുറുമ്പക്കാവിലെ പൂരവിശേഷങ്ങളാണ് ഇന്ന് നാം പ്രേക്ഷകരോട് പങ്കിടുന്നത്. ഉച്ചസൂര്യന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന കസവുമുണ്ടുകൾ, മുടി മേലെ കെട്ടി ആഭരണങ്ങൾ അണിഞ്ഞ പെൺകൊടികൾ, അവർക്ക് കാവൽ നിൽക്കുന്ന ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം. ഉത്തര മലബാറിൽ മീനമാസത്തിലെ കാർത്തിക നാളിൽ വസന്തത്തെ വരവേൽക്കുന്ന ഈ പൂരോത്സവ കാലത്ത് പയ്യന്നൂർ മാവിച്ചേരി ശ്രീ കുറുമ്പക്കാവിൽ നടക്കുന്നത് മറ്റെങ്ങും കാണാത്ത വേറിട്ട അനുഷ്ഠാനങ്ങളാണ്. മറ്റിടങ്ങളിൽ കാമദേവന്റെ രൂപമുണ്ടാക്കി പ്രഭാതത്തിൽ പൂവിടൽ ചടങ്ങുകൾ നടക്കുമ്പോൾ മാവിച്ചേരി കുറുമ്പക്കാവിൽ സങ്കല്പങ്ങൾക്കും ചടങ്ങുകൾക്കും പ്രത്യേകതകൾ ഏറെയാണ്. ഇവിടെ കാമദേവന്റെ വിഗ്രഹമില്ലാതെയാണ് പൂജ നടക്കുന്നത്. പകരം പള്ളിയറയ്ക്ക് മുന്നിൽ പീഠം വെച്ച് അതിന്മേലാണ് പൂവിടുക. ഇതുപോലെ കാവിലെ മറ്റ് പള്ളിയറകൾക്ക് മുന്നിലും കുളപ്പടവിലും നാഗക്കാവിലും പൂവിട്ട് പൂജിക്കും. ആ പൂ കൊണ്ടുവന്നിട്ട് പഴുപ്പിരിയിൽ വെച്ചിട്ട് പൂ ചാർത്തണം. അത് 5 അതളിൽ ഒറ്റക്ക് ചാർത്തിട്ട് ഇടണം. ആ ചാർത്തി ഇട്ടിട്ട് ഏകദേശം കുഞ്ഞൊക്കെ കുളിക്കേണ്ട സമയം നമുക്ക് ഇവിടെ ചാർത്തി കഴിഞ്ഞ പാടുകൾ കുളിക്കണം. അപ്പോൾ കുളിച്ചാൽ ഇവിടെ അതിൻ്റെ ഉള്ളിൽ അടിയന്തരം വേണം എന്ന് പറഞ്ഞാൽ തിരുവായുധം താത്ത് വെക്കും. തിരുവായുധം താത്ത് വെച്ചാൽ അത് ബീപ്പ് തടി അതിന് കൃത്യമായിട്ട് പൂഞ്ഞെന്ന് കൊടുത്തിട്ട് അത് ഉള്ളിലേക്ക് നിറച്ച് വെക്കണം. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കുളിച്ച് ഉണ്ണത്തെ മാറ്റിയിട്ട് രംഗത്ത് വരും. പെരുവണ്ണം ആദ്യം എടുത്ത് ആ സമയം ആവുമ്പോഴേക്ക് പൂടാനാവില്ല എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് 2 മണിയാവും, 1 മണിയാവും, 12 മണിയാവും. കുഞ്ഞൊക്കെ പരീക്ഷയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വന്നാലേ പരീക്ഷ പൂടാനാണ്. അങ്ങനെ രാവിലെ പൂടുന്ന ഇവരെ വൃത്തത്തിൽ ഇതിന് പ്രദർശനം വന്നിട്ട് വേണം പൂടാൻ. അപ്പോൾ അതിന് സമയം പിടിക്കും. അങ്ങനെയാണ് ചടങ്ങ്. സാധാരണയായി രാവിലെ നടക്കാറുള്ള ചടങ്ങുകൾക്ക് പകരം ഇവിടെ ഉച്ചയോടെയാണ് പൂവിടൽ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പലവിധ പൂക്കൾ പൂരോത്സവത്തിന് ഉപയോഗിക്കാറുണ്ടെങ്കിലും മാവിച്ചേരി കുറുമ്പക്കാവിൽ ചുവന്ന ചെമ്പകവും മഞ്ഞ ചെമ്പകവും മാത്രമാണ് പൂജയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. ഋതുമതികളാവാത്ത 5ഓളം പെൺകുട്ടികളാണ് വ്രതനിഷ്ഠയോടെ കാവിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കാവുകളിലും നാട്ടിൻപുറങ്ങളിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെമ്പകമരങ്ങൾ തേടിയുള്ള ഇവരുടെ യാത്ര ഈ വസന്തകാലത്തെ മനോഹരമായ കാഴ്ചയാണ്. കൈനിറയെ ചെമ്പകപ്പൂക്കളുമായി മന്ദം മന്ദം ഭഗവതിക്കാവ് വലം വയ്ക്കുന്ന ഈ പെൺകൊടികളുടെ കാഴ്ച അതിമനോഹരമാണ്. കാറ്റിന് പോലും പൂമണമുള്ള ഈ നാളുകളിൽ ഉത്തര മലബാറിലെ ഓരോ കാവുകളും വസന്തത്തിന്റെ പര്യായമായി മാറുന്നു. മാവിച്ചേരിയിലെ ഈ വസന്തോത്സവം കേവലം ഒരു ആചാരമല്ല, മറിച്ച് പ്രകൃതിയെയും യൗവനത്തെയും പ്രണയത്തെയും ആഘോഷിക്കുന്ന മഹത്തായ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. പൈതൃകവും ഭക്തിയും ഇഴചേരുന്ന ഈ പൂരോത്സവം മാർച്ച് 31-നാണ് സമാപിക്കുക. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവലിലെ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ശനിയാഴ്ച വിധി പറയും. ദിവ്യശ്രീയെ ഭർത്താവ് പേരളം കുന്നുമ്മൽ വീട്ടിൽ കെ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവലിലെ പി ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ടി നാസർ അഹമ്മദ് നാളെ വിധി പറയും. ദിവ്യശ്രീയെ ഭർത്താവ് പേരളം കുന്നുമ്മൽ വീട്ടിൽ കെ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2024 നവംബർ 21 വൈകിട്ടാണ് സംഭവം. തടയാനെത്തിയ പിതാവ് വാസുവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു.
92 സാക്ഷികളിൽ 65 പേരെ വിസ്തരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറും പ്രതിഭാഗത്ത് അഡ്വക്കേറ്റ് ആർ രാഖിത്തുമാണ് ഹാജരായത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൂരോത്സവത്തിന്റെ ഭാഗമായി കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ കഴകം കയറി. വിവിധ ചടങ്ങുകളോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പൂരോത്സവം നടക്കും. പൂരോത്സവം നടക്കുന്ന 7 സമുദായങ്ങളുടെ ക്ഷേത്രങ്ങളിലാണ് കാർത്തിക മുതൽ പൂരം വരെ പൂരോത്സവം നടക്കുന്നത്. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ കഴകം കയറി. വിവിധ ചടങ്ങുകളോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പൂരോത്സവം നടക്കും. മറത്തുകളി 28-ന് ശനിയാഴ്ച നടക്കും. കണ്ടോത്ത് ക്ഷേത്രത്തിനായി രജീഷ് പണിക്കരും മാണിയാട്ട് ചന്തേര ചെമ്പലോട് ഭഗവതി ക്ഷേത്രത്തിനായി KV കുഞ്ഞികൃഷ്ണൻ പണിക്കർ എടാട്ടുമ്പലും തമ്മിൽ മറത്തുകളി നടക്കും. ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാർ അധ്യക്ഷനാവും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 100-ലധികം ക്ഷേത്രങ്ങളിൽ പൂരോത്സവത്തോടനുബന്ധിച്ച് മറത്തുകളി നടക്കാറുണ്ട്. മീനമാസത്തിലെ തിരുവാതിര മുതൽ രാമന്തളി കുറുവന്തട്ട കഴകത്തിലാണ് ആദ്യ മറത്തുകളി നടക്കുക. അവസാന കളി പൂരം നാളിൽ രാവിലെ തലയന്നേരി പൂമാല കാവിലും. മാർച്ച് 31-ന് പൂരംകുളിയോടെ പൂരോത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി യാത്രയയപ്പും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർ പയ്യന്നൂർ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി യാത്രയയപ്പും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർ പയ്യന്നൂർ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പത്രങ്ങളൊക്കെ അത് പ്രധാനത്തോടെ പ്രസിദ്ധീകരിച്ചത് പൂവിരിയുന്നത് നോക്കൂ കുഞ്ഞെ അമ്മ വിളിച്ചു പറയുന്നു. പൂവിരിയുന്നത് നോക്കൂ കുഞ്ഞെ അമ്മ വിളിച്ചു പറയുന്നു. മോള് പറയുന്നു നോക്കാൻ നേരമതില്ലേ. BPC വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തക സുജ വിനോദ് മുഖ്യാതിഥിയായി. വിരമിക്കുന്ന അധ്യാപകനും കവിയുമായ CM വിനയചന്ദ്രൻ, പ്രസാദ് MK, തമ്പാൻ CV, ഇന്ദിര KV, പ്രമോഷനായി പോകുന്ന AO സുചിത്ര TV എന്നിവർക്ക് ഉപഹാരം നൽകി. AO സുചിത്ര TV വാഗ്മയം വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഉപജില്ലാ കോർഡിനേറ്റർ നാരായണൻ പുതുമന, HM ഫോറം കൺവീനർമാരായ ലക്ഷ്മണൻ M, ബാബു CV, ജോയിന്റ് കോർഡിനേറ്റർ മഞ്ജു മധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂരും ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തിവരുന്ന സൗജന്യ തിമിര ശസ്ത്രക്രിയ പൂർത്തീകരിച്ച ആദ്യ 100 പേരുടെ ഗുണഭോക്തൃ സംഗമം ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയിൽ നടന്നു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ MD ബിജേഷ് മാനുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂരും ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തിവരുന്ന സംയുക്ത സഹകരണ പദ്ധതിയായ കാഴ്ചയേകാം കൺകുളിരി തിമിരമുക്ത സേവന പദ്ധതി വഴി സൗജന്യ തിമിര ശസ്ത്രക്രിയ പൂർത്തീകരിച്ച ആദ്യ 100 പേരുടെ ഗുണഭോക്തൃ സംഗമം ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയിൽ നടന്നു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ MD ബിജോഷ് മാനുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിമിരമുക്ത കണ്ണൂർ കാസർഗോഡ് കാഴ്ചയേകാം കൺകുളിരി എന്ന ഈ പദ്ധതി അത് തുടങ്ങിയിട്ട് 1 മാസമായെങ്കിലും അതിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ 100 കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ സേവനം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഒരു അംഗീകാരം കൂടെ നൽകുക എന്നും കൂടെ ഉദ്ദേശമുണ്ട്. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുകുമാരൻ K,
CEO മുകേഷ് അത്തായി, റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂർ പ്രസിഡന്റ് അശോകൻ വേങ്ങയിൽ, സെക്രട്ടറി ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, മറ്റു പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സേവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂരിന്റെ ഉപഹാരങ്ങൾ നൽകി. 70 വയസ്സ് പിന്നിട്ട തിമിര രോഗം കാരണം കാഴ്ച ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നിർധനരായ വയോജനങ്ങൾക്കായി ഏർപ്പെടുത്തിയ ബൃഹത് പദ്ധതിയിൽ അംഗമാകുന്നതിനായി 9778689721 അല്ലെങ്കിൽ 8078922031 ഈ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പിലാത്തറ പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് ശ്രദ്ധേയമായി. NDA കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി AV സനിൽ മാധ്യമപ്രവർത്തകരുടെ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പിലാത്തറ പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ NDA കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി AV സനിൽ മാധ്യമപ്രവർത്തകരുടെ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. വികസന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങൾ, തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സ്ഥാനാർത്ഥി വിശദീകരണം നൽകി. നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റും ഒരു സംസ്ഥാന ഗവൺമെന്റുമാണ്. അപ്പോൾ സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അതത് സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കുക, ആ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള തദ്ദേശ ഭരണ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അത് ഭംഗിയായി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ, അതും സർക്കാരും ജനതയും തമ്മിലുള്ള ഒരു ബന്ധം. തുറന്ന സംവാദമായ പരിപാടിയിൽ ദേശീയപാത വികസനം, KSTP റോഡ് പ്രശ്നങ്ങൾ, പാചകവാതക വിതരണത്തിലെ ബുദ്ധിമുട്ടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സജീവമായ ചർച്ചകൾ നടന്നു. സ്ഥാനാർത്ഥിക്ക് വേണ്ടി NDA മണ്ഡലം കൺവീനർ ശങ്കരൻ കൈതപ്രം വിഷയാവതരണം നടത്തി. പ്രസ് ഫോറം സെക്രട്ടറി ഷനിൽ ചെറുതാഴം മോഡറേറ്ററായി. NDA പ്രവർത്തകരും പ്രസ് ഫോറം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മാടായിക്കാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര നവീകരണ സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും സ്നേഹ സ്വാഗതം. ഏറ്റവും വലിയ ഇഷ്ടമാണ് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും അവിടുത്തെ ഉത്സവങ്ങളും. ഇവിടെ 4:30 ഇന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. 4:15 പുറത്തിറങ്ങി ഇവിടുന്ന് ദേവി അങ്ങോട്ടേക്ക് ആ മാടായി പാറ വരെ യാത്ര ചെയ്യും എന്ന് പറഞ്ഞു. അത് ആലോചിച്ച് ഒരു ട്രാവലിംഗാണ്, എല്ലാവരും കാണുവാൻ വേണ്ടി. അവിടെ മനുഷ്യരെ ഒരു തരത്തിലും വേർതിരിവുകളില്ല, രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മതപരമായോ ജാതിപരമായോ വേർതിരിവുകളില്ലാതെ എല്ലാവരും പോവുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് എന്തുകൊണ്ടാണ് ദേവിക്ക് പോലും അല്ല ഭഗവാനെ പോലും ഇങ്ങനെ വേർതിരിവ്, ഭഗവാൻ ദേവി ഒരു വേർതിരിവ് കാണിക്കുന്നില്ല. പുതിയ കാലഘട്ടത്തിൽ സാംസ്കാരിക മൂല്യങ്ങൾ കുറഞ്ഞു വരികയാണെന്നും അത് തിരികെ പിടിക്കാൻ ക്ഷേത്രങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും സാധിക്കുമെന്നും സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ പോലും വിഷം ചീറ്റുന്ന കാഴ്ച നാം കണ്ടതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KV ബൈജു, മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് K സത്യൻ, ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, K വേണു, N നാരായണൻ, MK കൃഷ്ണദാസ്, A രാകേഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം വാതിൽമാടം പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാടായിക്കാവ് പൂരമഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ഭക്തിയോടൊപ്പം മനസ്സും വയറും നിറയ്ക്കുന്ന അന്നദാനവും ഉത്സവനാളിൽ നൽകി വരുന്നു. ദിവസവും ആയിരങ്ങളാണ് അന്നപ്രസാദം കഴിക്കാൻ ക്ഷേത്രത്തിൽ എത്തുന്നത്. മാടായിക്കാവിലെ പൂരമഹോത്സവം ഏറെ പേരുകേട്ടതാണ്. മാടായിക്കാവും തെക്കിനാക്കൽ കോട്ടയും പൂരക്കളിയും പൂരംകുളിയും ഉൾപ്പെടെ നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒത്തുചേരുന്ന ഉത്സവമാണിത്. പൂരം നാളുകളിൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. എത്തുന്ന എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് അന്നപ്രസാദമായി ഒരുക്കുന്നത്. ദിവസവും ആയിരങ്ങളാണ് ഈ പ്രസാദം കഴിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത്. ദേവസ്വം ബോർഡും ക്ഷേത്ര നവീകരണ സമിതിയുമാണ് അന്നദാനം ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിലാണ് ഭക്ഷണം വിളമ്പി നൽകുന്നത്. 1500-1200 ആൾക്കാരുണ്ടായിന്. എല്ലാവരും നല്ല 10-12 കുടുംബശ്രീക്കാരുണ്ട്. എല്ലാവരും 10 നിയമിച്ചിട്ട് എല്ലാവരും നല്ല വരുന്നുണ്ട്. മറ്റുള്ളവരും സഹകരിക്കാൻ വരുന്നുണ്ട്. പൂരത്തിന് കഞ്ഞി ഞങ്ങളെ കുടുംബശ്രീ ഏറ്റെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3000 ആക്കാ പറഞ്ഞത്, അത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ കുടുംബശ്രീ മാടായിക്കാവ് കുടുംബശ്രീ കൊടുക്കണം വിചാരിക്കുന്നത്.
മാർച്ച് 31 വരെയാണ് പൂരോത്സവം. 30-ന് പൂരംകുളി ആറാട്ട് നടക്കും. വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.